I'm Dr. Shamina. I am MDS in oral pathology and microbiology. Now I am working as principal government and college Thrissur. ഓറൽ ക്യാൻസർ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ദേഹത്തിൽ എവിടെയും വരുന്ന അർബുദം പോലെ നമ്മുടെ വായിന്റെ അകത്ത് വരുന്ന ക്യാൻസറിനെയാണ് നമ്മൾ ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. അതായത് വായിലെ അർബുദം നമ്മുടെ ചുണ്ടുകളിലും പിന്നെ കവിളിന്റെ അകത്തും നമ്മുടെ പാലറ്റ് അണ്ണാക്കിലും നാവിലും, അതായത് വായിന്റെ അകത്തുള്ളത്. ഈ വായിലെ അർബുദം എന്ന് പറയുന്നത്, അതായത് വായിലെ ക്യാൻസർ, അതൊരു ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഈ വായെന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ അർബുദം ഈ നാവ്, കവിള്, ചുണ്ട്, അണ്ണാക്ക് എന്ന ഭാഗങ്ങളിൽ വരുന്നതിനെയാണ് നമ്മൾ ആധികാരികമായി വായിലെ ക്യാൻസർ എന്ന് പറയുന്നത്, ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ഓൾ കാവിറ്റിയില്, അതായത് വായിന്റെ അകത്ത് ഈ ക്യാൻസർ കൂടാതെ നമ്മുടെ അവിടെയുള്ള എല്ലിൽ നിന്നും അവിടെയുള്ള കാർട്ടിലേജിൽ നിന്നും, അതായത് വേറെയും മാലിഗ്നൻസി പ്രൈമറി ആയിട്ട് വരാം. അതായത് ഈ സെൽസിലുള്ള മെലാനിൻ പിഗ്മെന്റ്സിൽ മെലനോമ, ഓസ്റ്റിയോസാർക്കോമ, കോൺട്രോസാർക്കോമ അങ്ങനത്തെയും വരാം. കൂടാതെ നമ്മുടെ ദേഹത്ത് പലയിടയ്ക്കും വരുന്ന ബാക്കി ക്യാൻസർ ബ്ലഡ് വെസൽസ് കൂടെ വന്ന് ബോണിൽ വന്ന് മെറ്റാസ്റ്റാറ്റിക് ട്യൂമേഴ്സും വരാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അതായത് നമുക്ക് നെർവ് ടിഷ്യൂ ട്യൂമർ, കാർട്ടിലേജ് ട്യൂമേഴ്സ്, ബോൺ ട്യൂമേഴ്സ്, അത് കൂടാണ്ട് മെറ്റാസ്റ്റാറ്റിക് ആയിട്ട് ട്യൂമേഴ്സ് വരാനുള്ള ചാൻസ് ഓറൽ കാവിറ്റിയിലുണ്ട്. നമ്മൾ ഓറൽ കാവിറ്റി ക്യാൻസർ കൂടാണ്ട് ഇതും നമുക്ക് വരാണ്ട്. പക്ഷെ ഇതിന് ഈറ്റിയോളജി ബാക്കിയുള്ള മാലിഗ്നൻസിയിൽ വരുന്ന ഈറ്റിയോളജിയാണ് ഇതിന്റെ കോസറ്റീവ് ഏജന്റ് ആയിട്ട് വരാണ്. അതായത് പുകവലി, മുറുക്ക് അതായിരിക്കില്ല ഇതിന്റെ, അതേ വ്യത്യാസമുള്ളൂ. വായിലെ ക്യാൻസർ നമുക്കതൊരു വെള്ളപ്പാടയായിട്ടോ അല്ലെങ്കിൽ ചുവന്ന പാടയായിട്ടോ അല്ലെങ്കിൽ വെള്ളയും ചുവന്നതും കലർന്ന പാടയായിട്ടോ കാണാം ഈ വായിലെ ക്യാൻസർ. അല്ലെങ്കിൽ നമുക്ക് അതൊരു മുറിവായിട്ട് അനുഭവപ്പെടാം വായിന്റെ അകത്ത്. പിന്നെ ഈ വായിലെ അർബുദം വേറെ എല്ലിലോട്ടോ അല്ലെങ്കിൽ അണ്ണാക്കിലോട്ടോ പടർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് വരും. ഈ എല്ലിലോട്ടൊക്കെ പടർന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു മരവിപ്പ് പോലെ ചുണ്ടുകളിലൊക്കെ അനുഭവപ്പെടാനും ഇടയുണ്ട്. ഇത് അധികം ഈ മുറിവുകളും ഇതൊക്കെ പെയിൻലെസ് ആയിരിക്കും, അതായത് വേദന കുറവായിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് ഇതാണ് വേദന. അത് പിന്നെ അണുബാധ, അതായത് ഇൻഫെക്ഷൻ വന്നാലേ പിന്നെ അതിന് വേദന അനുഭവപ്പെടാറുള്ളൂ വായിലെ അർബുദം. വരാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കോസ് ഈറ്റിയോളജി അല്ലേ പറയണത്. അതായത് മെയിൻലി ഇതൊരു എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ആണ് മെയിൻലി ഈ വായിലെ അർബുദത്തിന് നമ്മൾ കോസറ്റീവ് ആയിട്ട് പറയാറ്. അതായത് പക്ഷെ ആ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് പുകവലി, മുറുക്കൽ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള 4 കൂട്ടി ഒരു മുറുക്കില്ലേ, വെറ്റില, അടക്ക, ചുണ്ണാമ്പ്, ഇതെല്ലാം കൂട്ടി നമ്മളൊരു മുറുക്കലുണ്ട്. അത് ഈ കവിളിന്റെ അകത്ത് വെച്ചിട്ടുള്ള മുറുക്ക്. പിന്നെ ഇപ്പോഴത്തെ ഇതെല്ലാം പണ്ട് ഇപ്പൊ മുറുക്കലൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇതിൽ ഈ പാൻ മസാല, അത് ഈ നമ്മുടെ കവിളിന്റെ അകത്ത് വെച്ച് ഇത് ചെയ്യുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ക്യാൻസർ കാണപ്പെടുന്നത്. ഈ മെയിൻലി ഇതിൽ ഈ അടക്ക എന്ന് പറഞ്ഞ സാധനം ഈ പുകയിലും കൂട്ടിയിട്ടുള്ള ആ ഒരു സിനർജറ്റിക് എഫക്റ്റ് കൊണ്ട് ക്യാൻസർ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും ഈ പുകവലിക്കുന്നവരിലെ ആൽക്കഹോൾ ഇൻടേക്ക്, അതായത് കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെയുള്ള സിനർജറ്റിക് എഫക്റ്റ് കൊണ്ടും ഇത് വരാറുണ്ട്. അപ്പൊ മെയിൻലി നമ്മൾ അധികം പറയുന്നത് പുകവലിയും ഈ വെറ്റില മുറുക്കലുമാണ്. ഇന്ത്യയിൽ ശരിക്ക് വായിലെ അർബുദത്തിന് 3ാം സ്ഥാനമുണ്ട്. അതായത് ഇന്ത്യയിൽ അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ കൺട്രീസിലെ ഈ മുറുക്കൽ കൂടുതലായ കാരണം. ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈറ്റോളജി, അതായത് ഒരു ബ്രഷ് കൊണ്ട് വായിലെ ഈ പാടകളും മുറിവിന്റെ അവിടുന്ന് ഒരു ഇതെടുത്തിട്ട് അത് പരിശോധിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അത് അത്രത്തോളം ആക്യുറേറ്റ് അല്ല. ഏറ്റവും ആക്യുറേറ്റ് ബയോപ്സിയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സംശയിക്കുന്ന, അതായത് ഇത് ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ
അതായത് ടിഷ്യൂ മുറിച്ചെടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി നമുക്കത് ആ ഇത് വെച്ചിട്ട് നമുക്ക് ക്യാൻസർ ആണോ അല്ലേ എന്ന് പറയാൻ പറ്റും. അതനുസരിച്ചിട്ട് അതിന്റെ സെല്ലുലാർ സ്ട്രക്ചർ, അതായത് ഡിഫറൻസിയേഷനും നമുക്ക് പറയാൻ പറ്റും ഈ ക്യാൻസറിന്റെ. അതായത് എത്രത്തോളം ഇത് പ്രോഗ്നോസിസ്, നമുക്ക് അതനുസരിച്ചുള്ള ഡിഫറൻസിയേഷൻ, അതായത് സെൽസ് എത്രത്തോളം ഇൻഡെപ്ത് ഇൻവേഷൻ ഉണ്ട്, അത് ബോണിലോട്ട് ഇൻവേഡ് ചെയ്തിട്ടുണ്ടോ, മറ്റേ അങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ ഹിസ്റ്റോപത്തോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ഡിഫറൻസിയേഷനും പറയാൻ പറ്റും. അതനുസരിച്ച് ഡോക്ടർക്ക് രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് തീരുമാനിക്കാനും പറ്റും. ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഈറ്റിയോളജി, അതായത് അതിന്റെ കോസറ്റീവ് ഏജൻസി, അതായത് ഈ പുകവലിക്കുന്നവർക്കും വെറ്റില അടയ്ക്ക മുറുക്കുന്നവർക്കുമാണ്, പാൻ യൂസ് ചെയ്യുന്നവർക്കാണെന്ന്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കാണ്. പിന്നെ ഇതിൽ വേറെയും ഈ റീസെന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓറൽ ക്യാൻസർ അതായത് മൂർച്ചയുള്ള പല്ലുകൾ, അതായത് ഷാർപ്പൻ ടൂത്ത്, അത് കോൺസ്റ്റന്റ്ലി ആ ഭാഗത്ത് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ, അതായത് ടങ്ങില് നാവിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. പക്ഷെ മെയിൻലി ഈ ഈറ്റോളജി, അതായത് ഹാബിറ്റ്സ് ആണ് ഒരാളുടെ, അതായത് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പതിവ് രീതി ഓരോ ചെയ്യുന്ന ആ ഹാബിറ്റ്സ് ആണ് ഒരാളുടെ ഈ ക്യാൻസറിനുള്ള കാരണം. പക്ഷെ ഈ ഹാബിറ്റ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ ഈയിടെയായിട്ട് നമ്മൾ ഈ ഓറൽ ക്യാൻസർ കാണുന്നുണ്ട്. അപ്പൊ അതിന്ന് മനസ്സിലാകാൻ ജനറ്റിക് പ്രീഡിസ്പോസിഷനും, അതായത് ഒരാളുടെ ജനറ്റിക് മേക്കപ്പും കൂടെ ഇതിന് ഹെൽപ്പ് ഈ ഓറൽ ക്യാൻസറിൽ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. ചികിത്സ മെയിൻലി സർജറിയാണ്. അതായത് ഈ എവിടെയാണ് നമ്മൾ കാണുന്നത് ഈ പാടുകളും അല്ലെങ്കിൽ ഈ മുറിവുകൾ പോലെ അൾസർ കാണുന്ന അവിടെ അത് ഇത് ചെയ്ത. പക്ഷെ ഇത് ഒരു കഴുത്തിലോട്ടോ അല്ലെങ്കിൽ അണ്ണാക്കിലോട്ടോ പകർന്നിട്ടുണ്ടെങ്കിൽ അവിടത്തെ റിമൂവ് ചെയ്യാൻ ആ എക്സ്റ്റെൻസീവ് നെക്ക് ഡിസെക്ഷനും ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം തന്നെ നമുക്ക് കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ചെയ്യാം. അതാണ് അഡ്ജന്റ് ആയിട്ട്. അതായത് സർജറിയുടെ അത് മെയിൻലി സർജറി തന്നെയാണ്. അതായത് ഈ ലീഷന്റെ വലുപ്പം അനുസരിച്ചിട്ടും അതിന്റെ ഡിഫറൻസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഡിഫറൻസിയേഷൻ അനുസരിച്ചിട്ടും ട്രീറ്റ്മെന്റ് നമുക്ക് പ്ലാൻ ചെയ്യണം. പക്ഷെ ഇതിനനുസരിച്ചിട്ട് ചെറിയ ലീഷനൊക്കെ ആണെങ്കിൽ റേഡിയേഷൻ കൊണ്ട് പോകുമെങ്കിൽ റേഡിയേഷൻ നടത്തിയാൽ മതി, സർജറി. പക്ഷെ എന്നാലും മെയിൻ ഇത് സർജറി തന്നെയാണ്. തടയാനുള്ള മാർഗം ഇത് തന്നെ, നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ മാറ്റിയെടുക്കുക. അതായത് നമുക്ക് ഈ മുറുക്കല് നിർത്തുക, പിന്നെ എന്തെങ്കിലും ഈ ഇതുണ്ടെങ്കിൽ മൂർച്ചയുള്ള പല്ലുകളോ എന്തെങ്കിലും ഇറിറ്റേറ്റിംഗ് ഫാക്ടർ, ഇപ്പൊ പല്ല് വെച്ച പല്ലിന് ഇങ്ങനെ തട്ടണ, എപ്പോഴും തട്ടി കവിളിയിലും തട്ടുന്നു, മറ്റവിടെ തട്ടുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മിററിൽ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ വായന്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലും പാടുകൾ കാണുന്നുണ്ടോ, വെള്ളപ്പാട് കാണുന്നുണ്ടോ, ഇങ്ങനെ ചുവപ്പ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ബിക്കോസ് ഈ അർബുദത്തിന് അതിന്റെ മുന്നേ ഒരു പ്രീ മാലിഗ്നന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഈ നമ്മൾ കാണുന്ന ഈ വെള്ളപ്പാട്, ചുവപ്പാട്, അല്ലെങ്കിൽ ചുവപ്പ് പാടുകളും ഇതെല്ലാം ആ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ആവുന്നതായിരിക്കും.